കോഴിക്കോട് യു ഡി എഫിന്റെ പ്രതീക്ഷകൾ വേറെയുമുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫ് നേടിയ വിജയം കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലും ആവർത്തിക്കുമെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജയന്ത് പറയുന്നത്. മണ്ഡലത്തിൽ വോട്ട് വിഹിതം കൂടിയെന്ന ബി ജെ പിയുടെ അവകാശവാദം മാത്രമാണത്. മണ്ഡലം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരമെന്നും ജയന്ത് ന്യൂസ് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജയന്താണ് നമുക്കൊപ്പം ഉള്ളത്. പ്രതീക്ഷിക്കപ്പെട്ട പോലെ തന്നെ സ്ഥാനാർത്ഥിത്വം വന്നു ചേർന്നിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ജീവിതത്തിൽ ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നുന്നൊരു നിമിഷമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒന്നും സ്വപ്നത്തിൽ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചതോ പ്രതീക്ഷിച്ചതോ ഒരു കാര്യമായിരുന്നില്ല. വളരെ കുട്ടിക്കാലം മുതൽ ഒരു 5ാം ക്ലാസ് മുതലൊക്കെ തന്നെ ചുമരെഴുതി അത്യാവശ്യം വരയ്ക്കായിരുന്നു. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചുമരെഴുതി മുദ്രാവാക്യം വിളിച്ച് ചൊണ്ട കൊട്ടി നടന്ന് പിന്നീട് KSU നേതൃത്വത്തിലൂടെ ഈ ജില്ലയിലെ KSUവിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കടന്നു വന്ന് അങ്ങനെയൊക്കെ പോകുമ്പോഴൊന്നും ഒരിക്കലും ജീവിതത്തിൽ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കണമെന്നൊന്നും ആഗ്രഹിച്ചിരുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നുമില്ല. വലിയ അഭിമാനമുണ്ട്. കോൺഗ്രസ് പാർട്ടി എളിയവനായി എന്നെ കോഴിക്കോട് നോർത്ത് കഴിഞ്ഞ 20 വർഷമായി നഷ്ടപ്പെട്ട സീറ്റാണ്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്നെ നിയോഗിച്ചു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഉറപ്പായി ഞാൻ ജനിച്ചു വളർന്ന നഗരം, ഞാൻ എൻ്റെ നഴ്സറി മുതൽ പഠിച്ചത് ഈ നഗരത്തിന്റെ ഭാഗമായി നിന്നാണ്. ആ നഴ്സറി മുതൽ ഞാൻ സ്കൂളിൽ പഠിച്ചത് ഗവൺമെന്റ് ഗണപത് ബോയ്സ് ഹൈസ്കൂളിലാണ്. ആർട്സ് കോളേജിലാണ് പ്രീ ഡിഗ്രി. പിന്നീട് ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ചു. പിന്നീട് ലോ കോളേജിൽ പഠിച്ചു. സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ക്രിസ്ത്യൻ കോളേജും ദേവഗിരി കോളേജും ഒക്കെ ഓൾമോസ്റ്റ് അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയെ പോലെ തന്നെ എനിക്ക് ബന്ധമുണ്ട്. അത് കഴിഞ്ഞാണ് പിന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വന്നത്. ഈ നഗരത്തിലെ ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് വേണ്ടി ഇറങ്ങുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവരുടെ കുടുംബത്തിന്റെ ഒക്കെ പിന്തുണ ഉണ്ടാവും. അതോടൊപ്പം ഈ 10 വർഷമായി കേരളത്തിലെ ഇടതുമുന്നണിയുടെ ഭരണ ഇത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷം മനുഷ്യരുമാണ് കേരളത്തിലുള്ളത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ ഭരണം മാറുന്നതിന് വേണ്ടി ഒരു വോട്ടിംഗ് ഉണ്ടാവും. അപ്പോൾ വ്യക്തിപരമായ ബന്ധത്തിനപ്പുറത്ത് ഭരണമാറ്റത്തിനു വേണ്ടിയുള്ള വോട്ട് കൂടി ചേരുമ്പോൾ പിന്നെ ഈ നോർത്ത് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എത്രയോ കാലമായി അവർ ഊണുറക്കും കഴിഞ്ഞ് പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് വേണ്ടി 1.5 കൊല്ലം മുമ്പ് തയ്യാറെടുപ്പ്. ആ തയ്യാറെടുപ്പ് കഴിഞ്ഞ് ഇവിടെ വിജയത്തിനോടടുത്ത് തൊട്ടടുത്ത് ഞങ്ങൾ എത്തിയിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ടാണ് പോയത്. വെറും 64 വോട്ടിനാണ്. അപ്പോൾ ആ അന്ന് മുറിവേറ്റ പ്രവർത്തകരെടുത്തൊരു ഉറച്ച തീരുമാനമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ നോർത്ത് പിടിക്കുക എന്നുള്ളത്. അവരുടെ ഒരു പ്രവർത്തകരുടെ ഒരു വൈകാരികമായ തീരുമാനമാണ്. എല്ലാ പ്രവർത്തന രംഗത്തും അവർ മുൻപന്തിയിൽ അവരുണ്ട്. വോട്ട് ചേർക്കുന്നതിലായാലും അവരുണ്ട്, വോട്ട് തള്ളിക്കുന്നതിലായാലും അവരുണ്ട്. എന്തിനും ഈ നോർത്ത് മണ്ഡലത്തിലെ UDF പ്രവർത്തകർ അരയും തലയും മുറുക്കി പ്രവർത്തിക്കുക. ഒരു സംശയം ഞങ്ങൾക്ക് ആർക്കില്ല. കോഴിക്കോട് നോർത്ത് മാത്രമല്ല, കോഴിക്കോട്ടെ മുഴുവൻ സീറ്റുകളും ഞങ്ങൾ ജയിക്കും. കോഴിക്കോട് നോർത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJP വോട്ടുകളുടെ ഒരു ഗണ്യമായ വർധനവ്, അത് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ആ പാറ്റേൺ വർദ്ധിച്ചു വരികയാണ്. 7000 വരുന്നു, 9000 വരുന്നു, 30,000-ത്തിലേക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടന്നത്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 7 ഡിവിഷനുകൾ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. A ക്ലാസ് മണ്ഡലമായി മാറിയിരിക്കുന്നു. BJPയും ഒരു ഭീഷണിയല്ലേ? നിങ്ങൾ കണക്ക് ശരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ 7000-ഓളം വോട്ട് വർദ്ധിച്ചിട്ട് 654 വോട്ട് മാത്രമാണ് BJPക്ക് വർദ്ധിച്ചിട്ടുള്ളത്. സീറ്റ് വർദ്ധിപ്പിച്ചതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ചെറിയ ചെറിയ സീറ്റുകളായി സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ BJP കഴിഞ്ഞ കുറേ കാലങ്ങളായി കൺസിസ്റ്റന്റ് ആയി ഒരു വളർച്ച കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. കണക്കുകൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കഴിഞ്ഞ 4-5 തെരഞ്ഞെടുപ്പിന്റെ കണക്കിന് 30,000-ന് ഇന്നെ റൗണ്ടിലാണ് നിൽക്കുന്നത്. അത് ഒരു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, സീറ്റ് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ 2 സീറ്റ് നിലവിൽ BJPക്ക് നഷ്ടപ്പെടുകയുണ്ടായത്. ഈസ്റ്റ് ഹിൽ വാർഡ് BJP ജയിച്ചായിരുന്നു, നഷ്ടപ്പെട്ടു. അത്താണിക്കൽ വാർഡ് BJP ജയിച്ചതായിരുന്നു, അതും നഷ്ടപ്പെട്ടു. ആ അർത്ഥത്തിൽ BJPക്ക് അങ്ങനെ ഒരു വലിയ വളർച്ച ഈ നോർത്ത് മണ്ഡലത്തിൽ ഉണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ മത്സരം UDF LDF തമ്മിലാണ്. അതിന് നേരിട്ട് 2 UDF LDF തമ്മിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. അത് വോട്ടിങ്ങിന്റെ പാറ്റേൺ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. ഇപ്പം കോഴിക്കോട് കോർപ്പറേഷനിൽ 18,000-ഓളം വോട്ടാണ് UDFന് വർദ്ധിച്ചിട്ടുള്ളത്. അത് CPMന് നഷ്ടപ്പെട്ടത് 18,600 വോട്ടാണ്. അതിൽ 600 വോട്ട് ഒഴിച്ച് 18,000 ലഭിച്ചത് UDFിലേക്കാണ്. പിന്നെ ഞങ്ങൾ പരാജയപ്പെട്ടതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു 45 സീറ്റങ്ങ് ജയിക്കുമായിരുന്നു. ഞങ്ങൾ ജയിച്ച സീറ്റുകൾ 13,000, 9,000, 10,000 ഒക്കെ വോട്ടുള്ള സീറ്റുകളാണ്.
ഇപ്പം ഞങ്ങളുടെ ഒറ്റ സ്ഥാനാർത്ഥിക്ക് 5650 വോട്ടാ ഭൂരിപക്ഷം. ഇവിടെ BJPയും CPMും ജയിച്ച 5 or 6 സീറ്റിൽ ആകെ കിട്ടിയ വോട്ടെടുത്താൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ആ വിഭജനത്തിനകത്തുണ്ടായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ സത്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെടലിൻ്റെ സങ്കടം ഞങ്ങളെ പ്രവർത്തകർക്കുണ്ട്. എന്ത് വില കൊടുത്തു അത് തിരിച്ചു പിടിക്കും എന്നുള്ള ഉറച്ച ശുഭാപ്തി വിശ്വാസത്തിലാണ് പ്രവർത്തകരുള്ളത്. ജനവും അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. രാഷ്ട്രീയത്തിനതീതമായി ഞാൻ ഈ നഗരത്തിൽ ജനിച്ചു വളർന്ന, ഈ നഗരത്തിൽ നിന്ന് ഏറ്റവും രാത്രി വീട്ടിലേക്ക് പോകുന്ന ആളാണ്. ഈ നഗരത്തിലെ 100 കണക്കായ പ്രവർത്തകർ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. ഘട്ടമാണ്, നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയാത്ത ഘട്ടമാണ്. എങ്കിൽ പോലും എത്ര വോട്ടുകൾക്ക് UDF ഈ നോർത്തിൽ വിജയിക്കും? സാധാരണ ഞാൻ അങ്ങനെ ഇലക്ഷന് കണക്ക് പറയുന്ന ആളാണ്. പക്ഷെ ഇത് എൻ്റെ ഇലക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഇപ്പം പറയുന്നില്ല. പക്ഷെ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം എന്ന് പറയാവുന്ന വോട്ടിന് ജയിക്കും. 10,000 മേളിൽ കിട്ടും. അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. ടു ഏർലി ടു സേ. പക്ഷേ താങ്കളാണ് സാധാരണ കണക്ക് പറയുന്നയാള്. അപ്പൊ കണക്ക് പറഞ്ഞതും ഇതുവരെ തെറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതും അതുപോലെ തന്നെ പറയുന്നു. ഞാനൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഒരു ജഡ്ജ്മെന്റൽ എറർ വരാൻ പാടില്ലാത്തത് കൊണ്ടും ഞാൻ അതിൽ നിന്നൊന്ന് മാറി നിൽക്കുക. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ മിന്നുന്ന ജയമായിരിക്കും UDF സ്ഥാനാർത്ഥി. എന്തായാലും കോഴിക്കോട് നോർത്തിൽ നിന്ന് മിന്നുന്ന ജയം കരസ്ഥമാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം 13-ൽ 13 എന്ന ലക്ഷ്യവുമായാണ് കോൺഗ്രസ് ജില്ലയിൽ അല്ലെങ്കിൽ UDF ജില്ലയിൽ മുന്നോട്ട് നീങ്ങുന്നത്. ആ രീതിയിലാണ് സ്ഥാനാർത്ഥികളുടെ ഒക്കെ പ്രതീക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതൽ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിലേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.